ബ്രഹ്മാവിൽ നിന്നും വരങ്ങൾ നേടിയ രാവണൻ തൻ്റെ ജൈത്രയാത്ര ആരംഭിച്ചു. ഭൂതലത്തിലെ എല്ലാ രാജാക്കന്മാരെയും ജയിച്ച ശേഷം ആ അസുരേശ്വരൻ വടക്കോട്ട് സഞ്ചാരം തുടങ്ങി. അങ്ങനെ അദ്ദേഹം കൈലാസത്തിൻ്റെ താഴ്വാരത്തിലെത്തി. ദേവാസുര യക്ഷ കിന്നര ഗന്ധർവന്മാർ നമിക്കുന്ന ശിവന്റെ ആവാസ കേന്ദ്രമാണല്ലേ ഇത്. താനും സർവരാലും വന്ദിക്കപ്പെടുന്നവനാണ്. അസുരേശ്വരനായ രാവണൻ എവിടേക്കും ഏതു നേരവും പ്രവേശിക്കാവുന്നതാണ്. ഈ വിധ വിചാരത്തോടുകൂടി രാവണൻ ശിരസുയർത്തി നടകൊണ്ടു. 10 ശിരസുകളുമായി വന്നെടുക്കുന്ന ആ മഹാപുരുഷനെ കൈലാസത്തിന്റെ ദ്വാരപാലകനായ നന്ദികേശൻ കണ്ടു. ആരാണിദ്ദേഹം? അഹന്തയുടെയും ഗർവിന്റെയും പ്രതീകം പോലെ കാണപ്പെടുന്ന ഈ മുഖം അവർക്ക് തുല്യമായി തീരുന്നു. ഈ വിധം ചിന്തിച്ചു നിന്ന നന്ദികേശന്റെ സവിധത്തിൽ രാവണൻ വന്നു. വിസ്മയഭരിതമായ കണ്ണുകളോടെ നന്ദികേശൻ ആ രൂപത്തെ നോക്കി നിന്നുപോയി. എങ്കിലും തന്റെ കർത്തവ്യബോധത്തിൽ നിന്നും പിന്തിരിയുവാൻ അദ്ദേഹം സന്നദ്ധനായില്ല. കൈലാസ കവാടത്തിൽ നിന്നുകൊണ്ട് നന്ദികേശൻ ചോദിക്കുവാൻ തുടങ്ങി. ഹേ വീര, അങ്ങ് ആരാണ്? എന്തിനിവിടെ വന്നു? അനുവാദമില്ലാതെ ഒരാൾക്കും ഭഗവാന്റെ അന്തഃപുരത്തിൽ പ്രവേശിക്കുവാൻ കഴിയില്ല. അങ്ങ് ഭഗവാന്റെ ദർശനം ആഗ്രഹിക്കുന്നുവെങ്കിൽ അക്കാര്യം ഞാൻ യജമാനോട് അറിയിച്ച് അനുവാദം വാങ്ങി വരാം. താങ്കൾ ഇവിടെ കാത്തു നിൽക്കുക. നന്ദികേശന്റെ വാക്കുകൾ കേട്ട രാവണന്റെ മുഖത്ത് പുച്ഛഭാവം മിന്നി മറഞ്ഞു. ഞാൻ ആരാണെന്ന് ഇനിയും മനസ്സിലാകാത്ത വെഡ്ഡി, നീ അറിയുക, ഞാനാണ് രാവണൻ. അധമ്മനത്തിൽ ആണ്ടുപോയ ഒരു ജനതയുടെ വംശരക്ഷകൻ. ഇന്ദ്രദേവൻ പോലും ഭയക്കുന്ന രാവണൻ എവിടെയും പ്രവേശിക്കാം. ആരുടെയും അനുവാദം അവൻ ആവശ്യമില്ല. ഹേ വിഡ്ഢി, വഴി തടയാതെ മാറി നിൽക്കൂ, രാവണൻ ആക്രോശിച്ചു. നന്ദികേശന് ചുവട് പോലും മാറിയില്ല. താങ്കൾ ആരാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ല. അങ്ങയ്ക്കും എവിടെയും പ്രവേശിക്കാമെന്നും. പക്ഷേ ശിവശങ്കരന്റെ ദർശനം അഹങ്കാരികൾക്ക് നിഷിദ്ധമാണ്. അസുരേശ്വര, താങ്കൾക്ക് കൈലാസത്തിനുള്ളിൽ പ്രവേശനമില്ല. നന്ദികേശൻ ഉറച്ച ശബ്ദത്തിൽ അറിയിച്ചു. കൊള്ളാം, നിന്റെ യജമാന ഭക്തി കൊള്ളാം. എനിക്ക് നിന്നെ നന്നേ പരിചിതവുമാണ്. എങ്കിലും വെറും ദ്വാരപാലകനായ നിന്റെ അഹന്ത എനിക്ക് പദ്മയാണ്. നീ ഇത്രമേൽ ഭജിക്കുന്ന നിന്റെ ഭഗവാന്റെ അന്ത്യസമയം അടുത്തു വന്നു തന്നെ നനയ്ക്കുക. കൈലാസത്തോടൊപ്പം ആ പന്നഘധാരിയും തെഗേ സമുദ്രത്തിൽ ചെന്ന് പതിക്കുന്നത് കണ്ടുകൊള്ളുക. എന്നിങ്ങനെ അട്ടഹസിച്ചുകൊണ്ട് രാവണൻ കൈലാസത്തിന്റെ ചുവടുയർത്തുവാൻ തുടങ്ങി. അതോടെ ഭീമാകാരനായ പർവ്വതശ്രേഷ്ഠൻ ആകെയൊന്നു കുലുങ്ങി. അതിൽ നിവസിച്ചിരുന്ന വൃക്ഷലതാദികൾ ചുവടേറ്റ് നിലംപതിച്ചു. മൃഗങ്ങളും പക്ഷികളും പ്രാണരക്ഷാർത്ഥം പരക്കം പാഞ്ഞു. ചുറ്റുപാട് നടക്കുന്ന ചലനങ്ങൾ അറിഞ്ഞ പാർവതി ഭയവിഹുലയായി തീർന്നു. ദേവി രക്ഷാർത്ഥം ഓടിവന്ന് ഭഗവാനെ ആലിംഗനം ചെയ്തു. ആലില പോലെ വിറയ്ക്കുന്ന ദേവിയെ മാറോട് ചേർത്ത് നിർത്തി പരമേശ്വരൻ ആശ്വാസവാക്കുകൾ ഉതിർത്തു. അനന്തരം ദേവി ധ്യാനനിമഗ്നനായി തീർന്നു. അദ്ദേഹത്തിന്റെ ധ്യാനദൃഷ്ടിയിൽ കൈലാസത്തിന്റെ ചുവടുയർത്തുവാൻ ശ്രമിക്കുന്ന രാവണന്റെ രൂപം തെളിഞ്ഞു വന്നു. ഭഗവാന്റെ ചുണ്ടുകൾ പുഞ്ചിരിയാൽ വിടർന്നു. അടുത്ത നിമിഷം പരമശിവൻ തന്റെ കാൽവിരൽ കൈലാസത്തിലമർത്തി. പെട്ടെന്ന് രാവണന്റെ കൈകൾ പർവ്വതത്തിനിടയിലായി. വിരലുകൾ ഞെരിഞ്ഞമർന്നു. അസുരേശ്വരനായ രാവണന്റെ വേദനയിൽ വിലപിച്ചുപോയി. കൈ വലിച്ചെടുക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു, പക്ഷേ സാധിച്ചില്ല. ഗത്യന്തരമില്ലാതെ രാവണൻ പരമേശ്വരനെ സ്തുതിച്ചു തന്നു. പശ്ചാത്താപവും അപമാനബോധവും കലർന്ന സ്വരത്തിൽ രാവണൻ 1000 വർഷക്കാലം ശിവനെ സ്തുതിച്ചു. ഇക്കാലം അത്രയും പർവ്വതത്തിനടിയിലായ രാവണന്റെ വിരലുകൾ മുറിഞ്ഞു. അതിൽ നിന്നും നിലയ്ക്കാത്ത രക്തപ്രവാഹവും ഉണ്ടായി. രാവണന്റെ പരിതാപകരമായ അവസ്ഥ ഒടുവിൽ പരമശിവന്റെ മനസ്സിനെ അലിയിച്ചു. അദ്ദേഹം രാക്ഷസനു മുന്നിൽ പ്രത്യക്ഷനായി. ഭഗവാന്റെ ദിവ്യരൂപം ദർശിച്ച രാവണന്റെ കണ്ണുകളിൽ നിന്നും ജലം ധാരധാരയായി പ്രവഹിച്ചു തുടങ്ങി. രാവണ, നീ ദുഃഖിക്കേണ്ടതില്ല. അസുരേശ്വര, അഹങ്കാരവും കൈബലവും കൊണ്ട് മാത്രമെല്ലാം നേടാമെന്ന ചിന്ത തെറ്റാണെന്ന് ഇപ്പോൾ നിനക്ക് ബോധ്യമായിരിക്കുമല്ലോ. ഇനി നീ കൈ പിൻവലിക്കുക എന്നിങ്ങനെ ഭഗവാൻ അരുളി ചെയ്തു. രാവണൻ തന്റെ കൈ പിന്നോക്കം വലിച്ചു. പുഷ്പതലങ്ങളിൽ നിന്നെ പോലെ രാവണന്റെ കൈകൾ പുറത്തു വന്നു. ദേവേശ്വര, അവിടുന്ന് ശ്രേഷ്ഠനാണ്. അങ്ങയുടെ മഹത്വം അറിയാത്ത ഞാനാണ് കുറ്റക്കാരൻ. അവിടുന്ന് എനിക്ക് ശരിയായ പാഠം ഉപദേശിച്ചു തന്നിരിക്കുന്നു. പ്രഭോ, എനിക്ക് മാപ്പ് തന്നാലും. രാവണന്റെ വാക്കുകൾ വിലാപമായി മാറി. ഭഗവാൻ വാത്സല്യപൂർവ്വം പുഞ്ചിരി തൂകി. അനന്തരം അദ്ദേഹം രാവണനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് അരുളി ചെയ്തു. രാവണ, ധീരനായ ഒരു രാക്ഷസൻ വിലപിക്കരുത്. പ്രത്യേകിച്ചും അനുഗ്രഹവും കഴിവും സ്വന്തമായുള്ള ഒരുത്തൻ. നിന്റെ ധീരതയും ബലവും എന്നെ സംപ്രീതനാക്കിയിരിക്കുന്നു. ഉമാപതിയുടെ വാസസ്ഥലം പോലും ഇളക്കുവാൻ പോന്ന നിന്നെ പരാജിതനാക്കുവാൻ ദേവഗന്ധർവ യക്ഷകിന്നരന്മാരാൽ സാധ്യമല്ല. ഇവിധം പറഞ്ഞ ശേഷം ഭഗവാൻ ഒരു മാത്ര ധ്യാനനിമഗ്നനായി. കണ്ണുകൾ തുറന്ന് ഭഗവാന്റെ കൈകളിൽ നക്ഷത്രത്തിളക്കമുള്ള ഒരു വാൾ പ്രത്യക്ഷമായി. രാവണൻ നേരെ നീട്ടിക്കൊണ്ട് ഭഗവാൻ തുടർന്നു. രാവണ, ചന്ദ്രഹാസം എന്ന വിശിഷ്ട വാളാണിത്. ഇത് ധരിക്കുന്നിടത്തോളം നിന്നെ വെല്ലുവാൻ ആർക്കും സാധ്യമല്ല. നിന്റെ പരാക്രമങ്ങൾക്ക് ഞാൻ സമ്മാനിക്കുന്ന ഉപഹാരമായി നീ ഇത് സ്വീകരിക്കുക. അസുരേശ്വര, നിനക്കെന്നും നന്മകൾ ഭവിക്കട്ടെ. രാവണൻ ഭഗവാനെ സാഷ്ടാംഗം പ്രണമിച്ചു. ഭക്തിപുരസരം വാളേറ്റുവാങ്ങിയ ആ ധീരരാക്ഷസന്റെ നാവ് ഭഗവത് മന്ത്രങ്ങളാൽ പൂരിതമായി.
ശിവസ്തോത്രങ്ങളാൽ പൂരിതമായി. ജദാതവീകലജ്ജലപ്രവാഹപാവിതുസ്തുലേഖലേവലംബ്യലംബിതം ഭുജംഗതുംഗമാലികം ധമത്തമത്തമന്നിലാതവത്തപർവയം ചികാരതുംഗതാണ്ഡവം ധനുണുണുതും ശിവം. അടുത്തത് ശൈവജാപത്തിന്റെ കഥയാണ്. തുടരും.